പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 7-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് അല്പസമയം കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു അല്ലേ. ഒന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് നടത്തി. കരം ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് കരം ഉയർത്തി പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തും, അതിശയകരമായി നടത്തും. 2026 ഫെബ്രുവരി മാസം ആമേൻ 7-ാം തീയതി ഒരു സമൃദ്ധിയുടെ ദിവസമാക്കി കർത്താവ് മാറ്റും. ആമേൻ ആമേൻ ആമേൻ. ദൈവിക സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സ്പെഷ്യൽ ആയ പ്രോസ്പെറിറ്റി അനുഭവിക്കുന്ന ഒരു ദിവസമാക്കി കർത്താവ് മാറ്റും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ ദയയ്ക്കും മനസ്സലിവിനുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ പിതാവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ ദയ വലുതാകിയാൽ സ്തോത്രം, ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം വലുതാകിയാൽ സ്തോത്രം. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൽ ആരെങ്കിലും അങ്ങേ അറിയാത്തവരുണ്ടെങ്കിൽ, അങ്ങേ കർത്താവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ അങ്ങേ അറിയുവാൻ, അങ്ങേ കർത്താവായി സ്വീകരിപ്പാൻ അവരുടെ ഹൃദയ കണ്ണുകളെ അങ്ങ് പ്രകാശിപ്പിച്ചു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആരെങ്കിലും വലിയ കുടുക്കുകളിലൊക്കെ അകപ്പെട്ടവർ ഈ സന്ദേശം രാവിലെ കേൾക്കുന്നെങ്കിൽ അതിനകത്തുനിന്ന് പുറത്തു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ ആമേൻ ആമേൻ. ചില കുടുക്കുകളിൽ അകപ്പെട്ടവരെ കർത്താവ് ഇന്ന് വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാഹചര്യങ്ങൾ കാരണം, ആമേൻ, അതിനകത്തുള്ള കമ്മിറ്റ്മെൻറ്റുകൾ കാരണം അല്ലെങ്കിൽ പുറത്തു വരാൻ കഴിയാതിരിക്കുക. എന്നാൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ പ്രശ്നത്തിനകത്തുനിന്ന്, ആ കുടുക്കിനകത്തുനിന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ, തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കുടുക്കിനകത്തുനിന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്യണമേ, അങ്ങനെ പ്രവൃത്തി കാണാൻ കർത്താവ് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുക്കുകൾക്കകത്തുനിന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. ആമേൻ. അവർ രക്ഷപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആമേൻ ആമേൻ. അഡിക്ഷൻ അകത്തുനിന്ന് തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ തരത്തിലുള്ള സൈനസൈറ്റിസ് പ്രോബ്ലംസും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലകറക്കം മാതിരിയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ വിധത്തിലുള്ള പൈശാചികമായ ബന്ധനങ്ങൾ, രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. പൈശാചികമായ രോഗബന്ധനങ്ങൾ അഴിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. ഈ പ്രഭാതി കർത്താവെ, കുടുംബങ്ങൾക്കകത്ത് സമാധാനമുണ്ടാകട്ടെ. അവൻ ബന്ധങ്ങൾ ശക്തമാകട്ടെ. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് സ്തോത്രം. വൈകിട്ട് അതുപോലെ കർത്താവെ, ഇന്ന് അങ്ങേ എല്ലാവർക്കും ആരാധിപ്പാനും സ്തുതിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്നിരിപ്പാൻ ഇന്ന് പകൽക്കാലം എല്ലാവർക്കും കൃപ കൊടുക്കണമേ. എല്ലാ ഭവനങ്ങളിലും പ്രാർത്ഥന ഉയരട്ടെ, എല്ലാ ഭവനങ്ങളിലും ആരാധന ഉയരട്ടെ, എല്ലാ ഭവനങ്ങളും അങ്ങയുടെ ഭവനങ്ങളായിത്തീരട്ടെ. ആമേൻ. കർത്താവെ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണം, കർത്താവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. ഇന്നലെ നമ്മുടെ സഭായോഗത്തെ അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഏറ്റവും ശ്രേഷ്ഠമായി കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ചെയ്തു തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്ത് സ്തോത്രം 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 സ്തോത്രം. ഇനി നമുക്ക് മീറ്റിംഗ് ഉള്ളത് തിങ്കളാഴ്ചയാണ്, ഓൺലൈൻ മീറ്റിംഗാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് അതിനകത്തൂടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പോഴേ പ്രാർത്ഥിച്ചത് ഒരുങ്ങി അതിനുവേണ്ടി നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇന്ന് പ്രഭാതത്തിൽ രൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്കൊരു വാക്യം വായിക്കാം. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതിന് രൂത്ത്, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ മഹത്വം. നമുക്ക് ഡിസിഷൻ ആണ് ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്. തീരുമാനങ്ങൾ.
ആമേൻ. ഇന്ന് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നാളുകളിൽ, അടുത്ത സംവത്സരങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കും, നമ്മുടെ കുടുംബത്തെ ബാധിക്കും. ഇന്ന് ഒരു ലീഡറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനം അദ്ദേഹത്തിൻ്റെ അടിയിലുള്ളവരെ എല്ലാം ബാധിക്കും. ഒരു കുടുംബത്തിൻ്റെ നാഥൻ എടുക്കുന്ന തീരുമാനം ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ബാധിക്കും. ഒരു കമ്പനിയുടെ മുകളിലിരിക്കുന്ന ആളെടുക്കുന്ന തീരുമാനം ആ കമ്പനിയിലുള്ളവരെ എല്ലാവരെയും ബാധിക്കും. അത് തീരുമാനങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമാണ്. റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷനുകൾ എടുക്കുക എന്ന് പറയുന്നത് ദൈവം തരുന്നൊരു വലിയ കൃപയാണ്. നമ്മളുടെ രൂത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ രൂത്ത് മോവാബിയ സ്ത്രീയാണ്, ജാതീയ സ്ത്രീയാണ്, ദൈവവുമായിട്ട് യാതൊരു നിയമ ഉടമ്പടിയും ഇല്ലാതെ നിൽക്കുന്ന ഒരു സഹോദരി. എന്നാൽ നമുക്കറിയാം, നവോമി അവിടെ ചെന്നു, നവോമിയുടെ മകൻ ഈ രൂത്തിനെ വിവാഹം കഴിക്കുന്നു. അവൻ 2 ആൺപിള്ളേരും 2 പേരും മോവാബിയ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. എന്നാൽ 2 സഹോദരങ്ങളും മരിച്ചു പോകുന്നു. അപ്പം അതിനകത്തൊരു വലിയ കാര്യമെന്ന് പറഞ്ഞാൽ, നവോമി ക്ഷാമം വന്നപ്പോൾ തൻ്റെ ദേശം വിട്ട് മോവാബിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ ഒരു റോങ് ഡിസിഷനാണെന്ന് നമുക്ക് വേണേൽ പറയാം. പിന്നെ ഇതിൻ്റെ പിന്നിലെല്ലാം ദൈവിക പദ്ധതികളാണല്ലോ. പക്ഷേ ആ മോവാബിൽ പോയി ക്ഷാമം വന്നത് കാരണം മോവാബിലേക്ക് പോയി. ഇത് തന്നെ അങ്ങനെയുള്ള തീരുമാനം. നമ്മൾ എങ്ങോട്ടെങ്കിലും മാറുമ്പോൾ തീരുമാനമെടുക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ ഉപവസിക്കണം. കർത്താവിൽ നിന്നൊരു ക്ലിയറായ ഒരു ഇൻഫർമേഷൻ കിട്ടാതെ ഒരിക്കലും ഒരു ലൊക്കേഷൻ മാറാൻ പാടില്ല. കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും. നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടോ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടോ ആണ് നമ്മൾ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്കൊക്കെ ചാടിപ്പോകാൻ ശ്രമിക്കുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് അല്പസമയം ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും അതിനെ മാറ്റാൻ കർത്താവിന് കഴിയും. ആമേൻ. നമുക്കറിയാം, അവർ നവോമി മടങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്? നവോമി എന്തുകൊണ്ടാണ് പോയത്? ആ ദേശത്ത് ക്ഷാമം എന്ന് പറഞ്ഞുകൊണ്ടാണ് നവോമി പോകുന്നത്. പക്ഷേ ദേശത്തെ ക്ഷാമം മാറി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ നവോമി മടങ്ങി വരിക. അപ്പോൾ എന്നാ ചെയ്യേണ്ടത്? ഈ പ്രഭാതത്തിൽ നമ്മൾ എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ എടുക്കുന്ന ഈ തീരുമാനം ദൈവഹിതമാണോ? ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല കർത്താവേ, അങ്ങടേതായ ഒരു തീരുമാനത്തെ തരണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. നമ്മൾ അറിയാതെ നമുക്കൊരു ബോധ്യമില്ലാതെ ദൈവിക ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഐദർ നെഗറ്റീവ് ഓർ പോസിറ്റീവായി, ഒന്നീ നന്മ അല്ല തിന്മയായ ഒരു കോൺസിക്വൻസ് എന്താണെങ്കിലും ഏതിനകത്തുണ്ടാകും? ഒരു തീരുമാനത്തിനകത്തുണ്ടാകും. ഇപ്പോൾ രൂത്ത് എടുത്ത തീരുമാനം രൂത്തിന് അനുഗ്രഹമായി തീർന്നു. കാരണം രൂത്ത് ബോവാസിൻ്റെ വയലിൽ ചെന്ന് കയറുവാൻ കാരണമായി. അതിലൊക്കെ ഉപരിയായി യേശുക്രിസ്തുവിൻ്റെ വംശാവലിക്കകത്ത് താൻ ഇടം പിടിക്കുവാൻ ഈ തീരുമാനം കാരണമായി തീർന്നു. ഇന്നും അത് തൻ്റെ ജീവിതത്തെ തന്നെ തിരിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. കൂടെ നിന്ന സഹോദരൻ്റെ ഭാര്യ എന്ത് ചെയ്തു? ഓർപ്പയെന്ന് പറയുന്നവൾ, അവൾ തിരിച്ചു മടങ്ങി അവിടെ സ്വന്തം ദേശത്തേക്ക് തന്നെ പോയി. എന്നാൽ രൂത്ത് പറഞ്ഞില്ല, ഞാൻ പോകുന്നില്ല, ഞാൻ നിന്നോടുകൂടെ പോരാൻ തീരുമാനിച്ചു. അതൊരു തീരുമാനമാണ്. ആ തീരുമാനത്തെ ദൈവം എന്ത് ചെയ്തു? അത് കറക്റ്റ് ഡിസിഷനായിരുന്നു. ദൈവത്തോടു കൂടെ ജീവിപ്പാൻ, ദൈവത്തോടു കൂടെ നടക്കുവാൻ, ദൈവത്തെ അറിഞ്ഞു നിൽക്കുവാനുള്ള ഒരു തീരുമാനം രൂത്ത് എടുത്തത് തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. ഇന്ന് പ്രഭാതത്തിൽ നമ്മളെയും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ഓരോ ഡിസിഷനുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കണം. പക്ഷേ പ്രാർത്ഥിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. ചാടി കയറി ഒരിക്കലും ഒരു തീരുമാനമെടുത്ത് നമ്മൾ ശത്രു കുഴിക്കുന്ന കുഴിയിൽ ചെന്ന് വീഴുവാൻ ഇടവരാതെ ഈ ദിവസങ്ങളിൽ ഏത് തീരുമാനം, കുഞ്ഞുങ്ങളുടെ കാര്യമായാലും എന്ത് ചെയ്യുന്ന കാര്യമാണെങ്കിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ, വളരെ ശ്രദ്ധയോടുകൂടെ തീരുമാനിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഡിസിഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അത് എടുക്കുമ്പോൾ ദൈവിക ആലോചനയിൽ എടുക്കുവാൻ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ശക്തീകരിക്കട്ടെ. നിങ്ങൾക്കിത് പ്രയോജനമായെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ കൂടി അയച്ചു കൊടുക്കണം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവ് നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. അത് ആമേൻ. നമ്മുടെ കൈകൾ ഉയർത്തിപ്പറ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഓരോ തീരുമാനങ്ങളും ഐദർ ഗുഡ് ഓർ ബാഡ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാകും. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിച്ച് ആരംഭത്തിൽ തന്നെ അവസാനം അറിയാവുന്ന കർത്താവിൽ നിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ.